നമ്മളെ പിറകോട്ട് വലിക്കുന്ന 3 ഫാക്ടറുകളുണ്ട്. ഈ ഫാക്ടറുകളെ തിരിച്ചറിയണം. ഒന്നാമത്തെ ഫാക്ടർ, എനിക്കിത് കഴിയുമോ? രണ്ടാമത്തെ ഫാക്ടർ, തെറ്റ് പറ്റുമോ? മൂന്നാമത്തെ ഫാക്ടർ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഈ 3 ഫാക്ടറാണ് ആളുകളെ വിജയത്തിൽ നിന്ന് തടയുന്നത്. മുന്നോട്ട് കുതിക്കാനുള്ള നമ്മുടെ ആവേശത്തെ തടയുന്നത് ഈ 3 ഫാക്ടറാണ്. ഒന്ന്, എനിക്കിത് ചെയ്യാൻ കഴിയുമോ? 2, പരാജയപ്പെടുമോ? ഞാൻ ഈ കാര്യം ചെയ്താൽ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? ഈ പരാജയ ഫീല്. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? നമ്മളൊരു കാര്യം ചെയ്യണം. നാം വിജയിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നാം അങ്ങ് ആ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, പരാജയപ്പെടും എന്നുള്ള ഒരു ചിന്തയും ഇല്ലാതെ നാം മുന്നോട്ട് കുതിക്കണം. നാം ആകാശത്തോളം പറക്കണം. ആകാശമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പക്ഷേ പറക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഓടുക. എനിക്ക് ഓടാനും കഴിഞ്ഞില്ലെങ്കിലോ? നടക്കുക. നടക്കാനും കഴിഞ്ഞില്ലെങ്കിലോ? ഇഴയുക. എങ്ങനെയാണെങ്കിലും ഇന്നലത്തതിനേക്കാൾ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ടായിരിക്കണം നിങ്ങളുടെ യാത്ര. അപ്പോൾ നാം എന്ത് ചെയ്യണം? പറക്കണം. പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓടണം. ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ നടക്കണം. നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇഴയണം. എന്തു തന്നെയായാലും കഴിഞ്ഞ നിമിഷത്തേക്കാൾ, കഴിഞ്ഞ ദിവസത്തേക്കാൾ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു സ്റ്റെപ്പെങ്കിലും നാം മുന്നോട്ട് പോകണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. പരാജയപ്പെടാം. പരാജയം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവമാണ്, പാഠങ്ങളാണ്. പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഏറ്റവും വേഗതയുള്ള ചീറ്റപ്പുലി, ഈ ചീറ്റപ്പുലി 10 പ്രാവശ്യം 10 മാനിൻ്റെ കൂടെ ഓടിയാൽ ഒരു മാൻ പോലും കിട്ടില്ല. ചിലപ്പോൾ 20 മാനിൻ്റെ പിറകെ ഓടിയാലായിരിക്കും ഒരു മാനിനെ കിട്ടിയത് എന്ന് വിചാരിച്ചിട്ട് നാളെ ചീറ്റപ്പുലി ഓട്ടം നിർത്തുവോ? വേട്ടയാടൽ നിർത്തുവോ? 10 മാനിൻ്റെ പിറകെ ഓടി 10 മാനും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നാളെ ചീറ്റപ്പുലി അതിൻ്റെ വേട്ടയാടൽ നിർത്തില്ല. അത് 11ാമത്തെ മാനിനെ തേടിപ്പോകും. അതുപോലെ പരാജയപ്പെട്ടാലും അടുത്ത വിജയത്തിലേക്ക് കുതിക്കണം. ഈ പരാജയം എന്താണെന്ന് അവലോകനം ചെയ്ത് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർക്കുക. ആകാശമായിരിക്കണം ലക്ഷ്യം. ആകാശത്തേക്ക് പറക്കണം. പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓടണം. ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ നടക്കണം. നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇഴയണം. എങ്ങനെയാണെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും നാം മുന്നോട്ട് നീങ്ങണം. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം.